അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ ബ്ലൂമാനെ 2 ടയർ മാറ്റാണ്ട് അപ്പോൾ അതിനിറങ്ങി കേട്ടോ. നടുവണ്ണൂരേക്കാണ് എന്തായാലും പോകുന്നത്. അപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. 2 ടയർ മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ മെല്ലെ നീങ്ങിയാണ് അവിടെ നിന്ന്. പൈസ കുറവുള്ളതുകൊണ്ടും എന്തായാലും പെട്രോൾ അടിക്കേണ്ട രക്ഷയില്ലാത്തതുകൊണ്ടും പമ്പ് കയറ്റി പെട്രോളൊക്കെ അടിച്ച് മെല്ലെ അങ്ങോട്ട് നീങ്ങി. അങ്ങനെ മെല്ലെ നമ്മൾ ഷോപ്പിലൊക്കെ എത്തി. ഷോപ്പിലെത്തി 2 ടയറുള്ള അതിൽ ചെക്ക് ചെയ്തൊക്കെ ഊരി നൈസായിട്ട് ചെയറൊക്കെ മാറ്റി 2 ടയർ മാറ്റിക്കട്ടെ. അപ്പുറത്തെ സൈഡിൽ ഓൾറെഡി തന്നെ സെയിം ടയർ തന്നെയാണ് നമ്മൾ കാണിക്കാതെ 2 ഭാഗം ടയർ മാറ്റി. ഞാൻ ആ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ രണ്ടാമത് വീല് ചെക്ക് ചെയ്യണം. അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ അലൈൻമെൻറ്റ് കയറ്റുള്ളവരെയാണ്. അത് കഴിഞ്ഞെല്ലാം തിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് മെല്ലനെ തിരിച്ച് നാട്ടിലേക്ക് മെല്ലനെ പോകുന്ന അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. എന്നാലും ഒറ്റയ്ക്കായതുകൊണ്ട് ഭയങ്കര ബോറടി. അങ്ങനെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഒരു ഫോൽ അങ്ങനെ പോരുമ്പോഴാണ് ദേ കിടക്കണു അടുത്ത പണി. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? KSRTC പ്രൈവറ്റ് ബസ്സിന് ഓവർടേക്ക് ചെയ്ത് 2 കൂടി അവിടെ കിടക്കുന്നത് കുറച്ച് നേരത്തേക്ക്. ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണേൽ പോകാൻ. എന്തായാലും അത്രയും സമയമുണ്ട്. ഞാൻ എന്തായാലും കുടുങ്ങിയല്ലോ. വണ്ടി അങ്ങ് ഓഫ് ആക്കിയാൽ ഞാൻ സൈഡാക്കി നൈസായിട്ട്. പിന്നെ നോക്കാതെ തീർത്ത് പുറത്തേക്ക് നോക്കി കുറച്ച് കുത്തിരിക്കുക. അല്ലാണ്ട് വേറെ രക്ഷമല്ല. നമ്മളെ വെഹിക്കിളിലവർക്ക് നിരക്കുന്നുണ്ട്, നമുക്കും നിരക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. പിന്നെ ബ്ലോക്കൊക്കെ മെല്ലാം അങ്ങനെ കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ അടുത്തെത്തി. വീടിൻ്റെ അടുത്ത് തന്നെയാട്ടത്. ഇതറിയുന്നൊരു സ്ഥലം അറിയുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. മെല്ലെ വീട്ടിലെത്തി സൈഡാക്കി. അപ്പോഴും മക്കളൊക്കെ ഉണ്ട് ഇറങ്ങി നടക്കുന്നതിൽ കൂടി. നമ്മൾ പാട്ടൊക്കെ വെച്ചെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങി വന്നി. 2-3 മക്കളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മെല്ലെ ഇറങ്ങി സൈഡാക്കിയപ്പോൾ ഇതാണിപ്പോൾ സൈഡാക്കി വെച്ചപ്പോൾ വണ്ടിയുടെ ലുക്ക് ഇത് ലാസ്റ്റ് ഞാൻ നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ നടക്കണം. ബൈ.